നമ്മൾ നടന്നാലേ സ്വർഗത്തിലെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. മരിക്കാതെ നിനക്ക് വീണ്ടും ചലിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ ഇവിടുത്തെ റൈറ്റ്സ് വിട്ടുകൊടുക്കാതെ ഉയരത്തിലെ റൈറ്റ്സ് കിട്ടത്തുമില്ല. ഇതൊരു പ്രിൻസിപ്പിളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവരായതിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇത് കേട്ട് വേണം വളരാൻ. ലോകരാജ്യത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ നമുക്കിവിടെ കേട്ട് ഇമോഷണലി ഒന്ന് ജമ്പൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ട് തീരാം. പക്ഷേ ഇതങ്ങനെയല്ല. ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ, നിത്യജീവന്റെ വചനങ്ങൾ നമ്മൾ വളർത്തുവാനായിട്ട് അറിയണം. ഹല്ലേലൂയ. ഞാൻ എവിടെ പോകും? വളരെ ചോദ്യം പറഞ്ഞില്ല. അമ്മച്ചി ചോദിച്ചല്ലേ എവിടെ പോകും പോലെ? കൊച്ചുമോൻ ചോദിച്ചു, അമ്മച്ചി ഏത് ബസ്സിൽ കയറണം അമ്മച്ചി, ഏത് ബസ്സിൽ കയറണമെന്ന് ചോദിച്ചു. കൊച്ചുമോൻ പറയുകയാണ് അമ്മച്ചിക്ക് എവിടെയാ പോകണ്ടേ? ഇതേപോലെ ഒരാൾ ചോദിച്ചു കർത്താവിനോട്. ഓർമ്മയുണ്ടോ വചനത്തില്? ശരി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് കർത്താവ് രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളും 5 അപ്പം കൊണ്ട് 5000 പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വലിയൊരു ജനക്കൂട്ടം കർത്താവിന് പുറകെ കൂടി. അവസാനം അത് ആ അധ്യായം 2ആയിട്ട് മുറിച്ചു. കർത്താവ് 6:27 ഒരു വാക്യം പറഞ്ഞു, നശിച്ചു പോകുന്ന ഈ അപ്പത്തിന് വേണ്ടിയല്ല നിങ്ങൾ ഓടേണ്ടത്. നശിച്ചു പോകുന്ന ഈ അപ്പത്തിന് വേണ്ടിയല്ല ഓടേണ്ടത്, പകരം നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിന് വേണ്ടി ഓടണം. പിന്നെ പ്രസംഗം താഴേക്ക് വന്നപ്പോ ആളുകൾ ഓരോന്നായിട്ട് കാലേബിന്റെയും ജോഷിയുടെയും സമയത്ത് പോയ പോലെ ആള് ബാക്കി 12 പേര്. ഇപ്പൊ 12 പേരോട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്ലീസ് പോയില്ലേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ബ്രദർ നിൽക്കൂ, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്കും പോകാൻ മനസ്സില്ലേ? ഉടനെ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ പോകും? ഇതല്ലേ ഇന്നത്തെ ചോദ്യം, ഞങ്ങൾ എവിടെ പോകും? പത്രോസ് തന്നെ അതിന്റെ ഉത്തരവ് ചേർത്താ പറഞ്ഞു. അപ്പൊ പോയാ എവിടെ പോകണ്ടേ? ഇവിടത്തെ കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടത്തല്ല പോകണ്ടേ, പകരം നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇപ്പൊ കർത്താവിന്റെ ഹൃദയ പ്രകാശത്തിന്റെ കാര്യം പറയാം. നിങ്ങൾക്ക് ലോകത്തിൽ നിത്യജീവന്റെ മൊഴി കിട്ടുന്നില്ലേ? നിത്യജീവന്റെ മൊഴി 6 ഉണ്ടെന്ന് പറഞ്ഞേ. ആ ഭാഗം എടുത്ത് വായിച്ച് 6:68. ഓ ലോഡ് ഐ ലവ് യു. ഓ ലോഡ് ഐ ലവ് യു. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 പേരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ശ്രദ്ധിച്ചോളണം. കാരണം ഈ ലോകത്തിൽ നിത്യജീവന്റെ മൊഴികൾ കുറവായതുകൊണ്ട് നിങ്ങൾ അറിയാമോ, പത്രോസ് പറയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പൊ ശരി, ആരുടെ പക്കലാണ് നിത്യജീവന്റെ മൊഴിയുള്ളത്? അവിടെ 2 കൂട്ടം ദൈവദാസന്മാരാ. ഒന്ന് ഇതാ അവിടെ ചർച്ചകളിൽ ജനലോകങ്ങളിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അപ്പോ അങ്ങോട്ട് പോയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. പക്ഷേ പത്രോസ് പറയുകയാണ്, നിന്നെ വിട്ട് ഞങ്ങൾ പോകത്തില്ല. അപ്പൊ അവിടെ ഉണ്ടല്ലോ വചനം. ആ വചനം നിത്യജീവന്റെ വചനമല്ല, അത് ദൈവവചനമാ, അത് ലോക ജീവിതത്തിന്റെ വചനമാണ്. ഇത് രണ്ടും നാം തിരിച്ചറിയണം. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം, ഈ വേദപുസ്തകത്തിൽ ദൈവവചനമാണ്. പക്ഷേ 2 ടൈപ്പാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. ഒന്ന്, ആത്മാവിൽ മരിച്ചുപോയ ജനത്തിന് വേണ്ടി, ലോകമണ്ഡലത്തിൽ മാത്രം ജീവിക്കുന്ന ജനത്തിന് വേണ്ടിയുള്ള ലോക ജീവന്റെ മൊഴികൾ. അതിൽ നിത്യജീവനിലേക്ക് വരുത്തുന്ന യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും. എന്നാൽ കാൽവരി ക്രൂശിൽ കർത്താവ് യാഗമായി ഇതാ
അന്ന് മുതൽ ഈ മരിച്ചുപോയ ആത്മാവിൽ മരിച്ച മനുഷ്യന് അവൻ വീണ്ടും ജനിച്ചു. അവൻ വീണ്ടും ജനിച്ചത് ലോകത്തിലല്ല, ദൈവരാജ്യത്തിലാണ്. ആ മനുഷ്യന് വേണ്ട നിത്യജീവന്റെ ഒഴിവുള്ളൂ. അല്ലേ? പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേ. നമ്മൾ എപ്പോഴും പാടുന്ന പാട്ട് ആവർത്തനം 28. വയലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഇല്ലേ? ആടുകളെ പറപ്പ്, ഇല്ലേ? അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടും. ഇതിൽ ഏതെങ്കിലും അനുഗ്രഹം സെമത്തേരി അപ്പുറം പോകും. ഒരനുഗ്രഹവും സെമത്തേരി കയറി അപ്പുറം പോകത്തില്ല. മനസ്സിലായോ? പക്ഷെ ഇത് ദൈവവചനമാണോ? അതെ. ഒരു വ്യക്തി ലോകത്തിൽ ആത്മാവിൽ മരിച്ച ഒരു വ്യക്തി ലോകത്തിൽ ജീവിക്കുവാൻ കൊടുത്ത നിയമങ്ങളാണ്. എന്നെ അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് ഉണ്ടാകും. സീസൺ അതാ. എന്താ ഇന്നത്തെ സീസൺ അതല്ല. ആ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ലൂക്കോസ് 16:16. നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് 2 പാട്ട് പാടി എന്തെങ്കിലും കിട്ടിയ ഗ്ലോറി. അങ്ങനെയല്ല, പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് എന്റെ ജനം തെറ്റിപ്പോകുന്നത്. ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെ കാല യോഹന്നാൻ വരെയാ. ലൂക്കോസ് 16:16. അന്ന് മുതൽ ഇനി ലോകമല്ല പ്രസംഗിക്കുന്നത്, ദൈവരാജ്യം ആത്മമണ്ഡലം പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ലൂക്കോസ് 16:16 വായിച്ചു. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അപ്പോ ഇന്നത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലോകം അന്വേഷിക്കലല്ല. പഴയ നിയമത്തിൽ അനുഗ്രഹം ലോകത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് അനുഗ്രഹം വേണ്ടേ? പെട്ടെന്ന് പിടിക്കാവുന്ന നിങ്ങളാണ്. ലോകത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയല്ല, ലോകത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അന്വേഷിക്കുകയാണ്. ലോകത്തിലെ അനുഗ്രഹങ്ങളെ നിങ്ങൾ അന്വേഷിക്കുകയല്ല, പുതിയ നിയമത്തിൽ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്ക് ഇതുവരെ അന്വേഷിച്ചൊന്നും കണ്ടില്ലല്ലോ. അത് അന്വേഷിക്കണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. ഇതാ കർത്താവ് പറഞ്ഞ്, നീ എന്തുകൊടുക്കും നീ അന്വേഷിക്കണ്ട, പകരം നീ ചെയ്യേണ്ടത് നീ ദൈവരാജ്യം അന്വേഷിക്കുക. അപ്പോൾ ഇത് നിന്നെ അന്വേഷിക്കാം. സിസ്റ്റം മാറിയ കാര്യം നടക്കത്തില്ല. നീ ദൈവരാജ്യം അന്വേഷിക്കേ, അപ്പോൾ നിനക്ക് വേണ്ടത് നിന്നെ അന്വേഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. മത്തായി 6:31 വായിച്ചു. നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് എന്നെ നിയന്ത്രിക്കുന്നത് എന്താണ്? മണിയാണോ ദൈവമാണോ? മണിയാണോ ദൈവമാണോ എന്നെ നിയന്ത്രിക്കുന്നത്? എപ്പോഴും ചെക്ക് ചെയ്തോ. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. ഇത് എന്തുകൊണ്ടാണ് മുമ്പേ എന്ന് പറഞ്ഞേ? ജനം അതല്ല ചെയ്യുന്നത്. ഇന്നത്തെ ജനത്തിന്റെ ദർശനം എന്താണെന്നറിയാമോ? എന്താ ബ്രദറെ വരാനേ? ഒറ്റയുണ്ടായി. എന്താ ബ്രദറെ വരാനേ? കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോയിരുന്നു. എന്താ ബ്രദറെ വരാനേ? ഇന്ന വീട്ടില് വിസിറ്റേഴ്സ് വന്നു. എന്താ ബ്രദറെ വരാനേ? ചേട്ടന്റെ അപ്പന്റെ പെങ്ങളുടെ മോള് വന്നു. എന്താ ബ്രദറെ വരാനേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും? നിന്റെ എച്ചിന് നിന്നുന്ന സ്ഥാനമാണോ നീ നിന്റെ അപ്പന് കൊടുക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിന്നെ നിന്റെ വീട്ടിൽ ആർക്കാ കൊടുക്കുന്നത്? ഇതാ കർത്താവ് പറഞ്ഞേ, ഈ ദർശനം ഡീപ് ഡാർക്ക് വിഷൻ. ഈ ദർശനം ഇന്ന് ചിന്തിക്കുന്ന ദർശനം അത് ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര പകരം ഞാൻ നിന്നെ നിയന്ത്രിക്കും. മണിയല്ല നിയന്ത്രിക്കുന്നത്, നിന്റെ ബന്ധങ്ങളല്ല നിയന്ത്രിക്കുന്നത്, നിന്റെ മറ്റൊന്നിനും നിന്നെ നിയന്ത്രിക്കാൻ പറ്റരുത്. ദൈവരാജ്യത്തിൽ ദൈവം നിന്നെ നിയന്ത്രിക്കും. ദൈവം നിന്നെ നിയന്ത്രിക്കുമ്പോൾ ദൈവം പറയൂ,
നിന്റെ അപ്പന് വേണ്ട സ്ഥാനം കൊടുക്കുക, നിന്റെ അമ്മയ്ക്ക് വേണ്ട സ്ഥാനം കൊടുക്കുക, നിന്റെ ഭാര്യയ്ക്ക് വേണ്ട സ്ഥാനം കൊടുക്കുക, നിന്റെ മക്കൾക്ക് വേണ്ട സ്ഥാനം കൊടുക്കുക. നിന്നിലൂടെ ഞാൻ ലോകത്ത് വെളിപ്പെടട്ടെ എന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ഇതാ ലോക ജീവിതത്തിന്റെ മൊഴികളുണ്ട്. അത് കാലം വേറെ. ഇന്ന് നമുക്ക് വേണ്ടതൊക്കെ നമ്മളെ പിന്തുടരണം. പഴയ നിയമത്തിൽ അനുഗ്രഹങ്ങളെ ജനം പിന്തുടരുമ്പോൾ പുതിയ നിയമത്തിൽ ജനം ദൈവത്തെ പിന്തുടരും, അനുഗ്രഹങ്ങൾ ജനത്തെ പിന്തുടരും. അത് നമുക്ക് എന്താണോ ആവശ്യമെന്നുള്ളത് അപ്പൻ മുൻ നിയമിച്ചിട്ടുണ്ട്, അത് പിന്തുടരും. അല്ലാണ്ട് എയറോപ്ലെയിൻ വേണമെന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശുശ്രൂഷയ്ക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അത് ദൈവത്തിന് അറിയാം. ഇതാ അത് നമ്മളെ പിന്തുടരാൻ പോകും. ഞാൻ എന്റെ ജീവിതമാണ് ഞാൻ ചേസ് ചെയ്തത്. ഇതാ റാസൽ കൈമേലെ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററുടെ ഉണ്ട്. നിങ്ങൾ ആ പ്രസംഗം കേട്ടു. ഇതാ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത എന്റെ സഹോദരനാ ബൈബിൾ വായിക്കാനിരിക്കുന്നത്. ഗ്ലോറി. അവർക്കറിയാം എന്റെ ജീവിതം എങ്ങനെയാണ്. ഗ്ലോറി. പണമെന്നും പറഞ്ഞ അന്ധമായി കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പകരം എന്റെ സ്ഥാപനത്തിൽ അധികം നേരം അവർ എന്നെ കാണുന്നില്ല. പറയാം ഞാൻ എവിടെയായിരിക്കും? ഇതാ എന്റെ കർത്താവുമായുള്ള ബന്ധത്തിലായിരുന്നു. എന്റെ കർത്താവ് നിയന്ത്രിക്കുന്നത് പോലെ കാര്യങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. മണിയല്ല അവന്തിരിക്കുന്നത്. അയ്യോ, ഞാൻ പലരും പറയുമ്പോ ബിസിനസ് ഉണ്ട്, വിട്ടുപോരാൻ പാടാ. നാളെ നീ ആശുപത്രിയിലായെന്ന് എന്നെ ചെയ്യും. ഒരു മാസം ആശുപത്രിയിൽ എന്നെ ചെയ്യും. ദൈവത്തിന്റെ ദയാണ് ആവാതിരിക്കുന്നത്. നിന്റെ ബിസിനസ് അല്ല നിന്റെ ദൈവമായ ബന്ധം നിയന്ത്രിക്കേണ്ടത്, നിന്റെ ദൈവം വേണം നിന്റെ ബിസിനസ് നിയന്ത്രിക്കാൻ. ഹലോ, നിന്റെ ബിസിനസ് അല്ല ദൈവമായിട്ട് നിന്റെ ബന്ധം നിയന്ത്രിക്കേണ്ടത്, പകരം നിന്റെ ദൈവം വേണം നിന്റെ ബിസിനസ് നിയന്ത്രിക്കാൻ. നിന്റെ മണിയല്ല ദൈവമായിട്ട് ബന്ധത്തെ നിയന്ത്രിക്കേണ്ടത്, പകരം ദൈവം വേണം നിന്റെ മണിയെ നിയന്ത്രിക്കാൻ. മണി നിന്റെ യജമാനാകരുത്, പകരം ദൈവം നിന്റെ യജമാനായിത്തീരട്ടെ, നിന്റെ പിതാവായിത്തീരട്ടെ. ഇതാ ഇത് രണ്ട് വചനങ്ങളുണ്ട് ലോകജീവന്റെ മുകളിൽ പഴയ നിയമം. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതാ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിത്യജീവന്റെ മൊഴികൾ അവിടെ ഇവിടെ കാണാം. യേശുവിനെ കുറിച്ച് പറയുന്നു. യേശുവിനെ കുറിച്ച് പറയും. യേശയ്യാ പ്രവാചക പുസ്തകത്തിലുണ്ട്, ഇതാ ദാനിയേൽ പ്രവാചക പുസ്തകത്തിലുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കയറുമ്പോ ഇതാ യേശു വന്നു. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ. എങ്ങനെ തിരിച്ചറിയാം? ലോക ജീവിതത്തിന്റെ മൊഴികളൊന്നും സെമത്തേരി കിടന്ന അപ്പുറം പോവില്ല. നിത്യജീവന്റെ മൊഴികളൊക്കെ സെമത്തേരി കിടന്ന അപ്പുറത്തേക്ക് പോകും. വയലിനെ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആളുകളെ വിറപ്പ് അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഒന്നും സെമത്തേരി കിടന്നു പോകത്തില്ല. യേശു പറയുക, നീ എന്നെ വിശ്വസിച്ചാൽ നീ മരിച്ചാലും ജീവിക്കും. അത് സെമത്തേരി കിടന്ന അപ്പുറത്തേക്ക് പോവുക. നിത്യജീവന്റെ മൊഴിയാണ്. പൗലോസ് പറയാ, ക്രിസ്തുയേശു എനിക്ക് ഇതാ നിങ്ങളുടെ പ്രശംസയാണ്, ഞാൻ ദൗസ്യായാലും മരിക്കുന്നു. എവിടെ? ഇവിടെ. അപ്പോഴാ ഞാൻ അവിടെയോ ദൗസ്യായാലും നിർത്തുന്നു. ഒരു ഭാഗമേ കാണിച്ചിട്ടുള്ളൂ ഇവിടെ. ഹല്ലേലൂയ. മറുഭാഗം മറഞ്ഞിരിക്കുക. ഈ കണ്ടുപിടിച്ചോ? ഹല്ലേലൂയ. ഇതെല്ലാം പിടുത്തം കിട്ടുന്നല്ലോ. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ട ഈ കാര്യം, ഇനി നമ്മൾ എവിടെ പോകണമെന്നൊരു ചോദ്യമാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. നിത്യജീവന്റെ മൊഴികൾ യേശുവിന്റെ പക്കൽ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ലോകത്തെങ്കിലും കിട്ടാത്തതുകൊണ്ട് കർത്താവ് ഒരു വെളിപ്പാട് പറഞ്ഞു തരിക. നമ്മൾ അതിലേക്ക് വന്നേ. ഈ ലോകത്ത് വളരെ കുറവായിട്ട് നിത്യജീവന്റെ മൊഴികളുള്ളൂ. പകരം ഇതാ നമ്മൾ ലോകത്ത് പോയി സുവിശേഷം അറിയിക്കുവാൻ ലോകത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു രംഗം മാത്രമേ ഇന്ന് അനേക ദേവദാസന്മാർക്ക് അറിയത്തുള്ളൂ. സുവിശേഷം അറിയിക്കാൻ ലോകത്തിലേക്ക് പോകുമ്പോൾ. എന്നാൽ സഭയുടെ അടുത്തേക്ക് വരുമ്പോൾ, വിശ്വാസികളുടെ അടുക്കിലേക്ക് വരുമ്പോൾ, ആ വിശ്വാസികൾ ഈ നിത്യജീവന്റെ മൊഴികൾ എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് ലോകത്തിൽ പോയി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ വളരെ ദേവദാസന്മാർ വളരെ നന്നായി അനേകം ചെയ്യുന്നുണ്ട്. അവർക്കായി സ്തോത്രം ചെയ്യും. എന്നാൽ അതിൽ നിന്ന് കിട്ടി ദൈവജനം അകത്ത് വരുമ്പോൾ ഇനി അവർക്ക് ഏത് വചനമാണ് വേണ്ടേ? നിത്യജീവന്റെ മൊഴിയാ വേണ്ടേ? അത് എവിടെ കിട്ടുന്ന? പത്രോസ് പറഞ്ഞേ, നിന്റെ അടുക്കൽ ഉണ്ട്. പത്രോസിന്റെ അടുക്കലുണ്ട്. അപ്പൊ യേശുവിന്റെ സഭയിൽ എവിടെയുണ്ട്? യേശുവിന്റെ സഭ പുറത്ത്
ഡാഷ് ഡാഷ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, BC സ്കൂൾ ഗോസ്പൽ ചർച്ച് ഉണ്ട്, അതൊക്കെ പുറത്തുണ്ട്. യേശുവിന്റെ സഭ പിന്നെ നിന്റെ ഉള്ളിലുണ്ട്. എവിടെ നിത്യജീവന്റെ മൊഴി കിട്ടുന്നേ? യേശുവിൽ നിന്ന്. യേശുവിന്റെ സഭ എവിടെ ഉണ്ട്? പിന്നെ നിന്റെ അകത്തുണ്ട്. എങ്കിൽ പിന്നെ ലോകത്ത് കിട്ടിയില്ലായി നോക്കുന്ന ഇത് നിന്റെ അകത്തുണ്ട്. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഓ മക്കളെ, നിങ്ങൾ ഓ ജീസസ്. യേശുവിന്റെ സഭയെ കുറിച്ച് എനിക്ക് കാണിച്ചതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവരാജ്യം. ഇവിടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിതാവിനുള്ളതല്ല, പുത്രനുള്ളത്. പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നെടുത്ത് നമുക്ക് തരും. അതായത് ഈ പ്രവർത്തനം മുഴുവൻ മനുഷ്യന്റെ ഉള്ളിലാണ്. ദൈവരാജ്യം ഇത് കാണത്തക്ക വണ്ണമാണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. ദൈവരാജ്യം. പത്രോസ് പറഞ്ഞത് നിന്റെ മക്കളുണ്ട് നിത്യജീവന്റെ വഴികൾ. ഹല്ലേലൂയ. ഇത് XYZ ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ പാസ്റ്ററാണ്. ലോകത്തിലെ ചർച്ച, ഈ ലോകത്തിലെ ചർച്ച ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതാ ഞാൻ വിശ്വാസിയാണ്. ഇദ്ദേഹം ലോകത്തിലെ ചർച്ച പ്രസംഗിക്കും. ഇതേ സമയം തന്നെ ആത്മമണ്ഡലത്തിൽ യേശു പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ അത് എനിക്ക് കേൾക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി ഈ XYZ ഇന്റർനാഷണൽ ചർച്ചിലെ പാസ്റ്റർ നിത്യജീവന്റെ മൊഴികൾ പ്രസംഗിച്ചില്ലേ? മനസ്സിലായോ? അതായത് ഇദ്ദേഹം സെലക്ട് ചെയ്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഈ ലോകപരമായ സബ്ജക്ട് ബൈബിളിലുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ഒരു പുതിയ ആളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്, ഇന്ന് പലരും പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അന്ന് അവർ പകൽ മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. അവസാനം യേശു പറഞ്ഞു ഇന്നോടത്തേക്ക് വലയെറിയാൻ പോകും. അവർക്ക് അപ്പോൾ കിട്ടി. ഇങ്ങനെ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഇതാ അപ്പോൾ ജനത്തിന്റെ ചിന്ത മുഴുവൻ എവിടെ കിട്ടുന്ന കാര്യത്തെ കുറിച്ചാണ്? ലോകത്ത് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് നിത്യജീവനിലേക്ക് യേശുവിനെ വീണ്ടും ജനത്തിലേക്ക് വരാൻ ഒരുപക്ഷെ സഹായമായിട്ട്, പക്ഷെ ജനത്തിന്റെ ഹൃദയം മുഴുവൻ ലോകത്ത് തന്നെയാണ്. അപ്പൊ ആ ഒരു തലത്തിലാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നിങ്ങളുടെ അകത്ത് നിത്യജീവന്റെ മൊഴി കിട്ടുന്ന ഒരു ആലയമുണ്ട്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമായി തീരും. മനസ്സിലായോ? പക്ഷേ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ മുട്ടിയാൽ തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. പുറത്തുനിന്ന് കിട്ടിയാലും അകത്തുനിന്ന് കിട്ടും. അകത്ത് ഇതാ ഇടയന്മാരുടെ ഇടയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഇടയന്മാരുടെ ഇടയൻ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. അകത്ത് മനുഷ്യന്റെ അകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ പ്രസംഗത്തിന്റെ ഇടയിലാണ് പറയണത്, ഒന്ന് വാതിൽ തുറന്നേ ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ എന്നൊക്കെ പറയുന്നത് ആ പ്രസംഗത്തിന്റെ ഇടയിലാണ്. വായിച്ചേ അതിന്റെ 2-ാം അധ്യായം 1-ാം വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. ഹല്ലേലൂയ. അപ്പോ എഫെസോസിലെ സഭയിലെ ദൂതന് എഴുതാൻ പറഞ്ഞുകൊണ്ട് ഇതാ ഒരു പ്രസംഗം, ഒരു ലേഖനം അവിടെ ആരംഭിക്കുക. വായിച്ചു. ഇതാർക്കെഴുതുന്നത്? സഭയ്ക്ക. പറഞ്ഞേ സഭയ്ക്ക. വായിച്ചു. 7 നക്ഷത്രം വലങ്കൈ പിടിച്ചുകൊണ്ട് 7 പുന്നലോകങ്ങളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും.
ഒന്നാമത്തെ വാക്യത്തിലൂടെ ഇത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 7 പൊൻനിലവിളക്കുകളുടെ ഇടയിലൂടെ നടക്കുന്ന ആരാ? ഗ്ലോറി. ആ നടക്കുന്ന വ്യക്തി മിണ്ടാതിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യുക? സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പുറത്ത് സംസാരിക്കുമ്പോ ഇത് ആ യേശുവിന്റെ വചനമാണ് എങ്കിൽ നിങ്ങളുടെ അകത്തുനിന്ന് യേശു സംസാരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലോറി. അല്ല, ഞാൻ അതിനോട് അലൈൻ ചെയ്തല്ല സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടാ. ഗ്ലോറി. അപ്പോ ഇതാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതേപോലെ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 പൊൻനിലവിളക്കുകളുടെ ഇടയിലൂടെ നടക്കുന്ന യേശു സംസാരിക്കുക. യേശു സംസാരിക്കുകയാണ്. താഴെ ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവർ. ഇതാ നമ്മൾ അത് കഴിഞ്ഞിട്ട്, അതായത് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ആ പ്രസംഗം കണ്ടിന്യൂ ചെയ്യുകയാണ്. അവിടെ ആദ്യം തന്നെ യേശുക്രിസ്തു അവരെ എന്താ പറയുന്നത്, ഒന്ന് എൻകറേജ് ചെയ്യുക, അവരുടെ നല്ല പ്രവൃത്തിയെ ഒന്ന് എൻകറേജ് ചെയ്യുക. തുടർന്ന് ഇതാ അവരുടെ കുറവുകളും അറിയിക്കുകയാണ്. ഇതാ ചിലർ അങ്ങനെയല്ല, കുറവ് ഒന്നും അറിയിക്കത്തില്ല, പകരം ഓൺലി എൻകറേജ്മെന്റ്. അങ്ങനെയല്ല, യേശുവിന്റെ മെത്തേഡാണ് നല്ലത്. ഇതാ അവരുടെ നല്ലതും അറിയിക്കണം, അവരുടെ കുറവും അറിയിക്കണം. ഗ്ലോറി. ഇതാ അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരെ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്. അവരുള്ളിൽ എന്നാ ഉണ്ട്? J717 കണ്ടോ? അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് പിടിച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ ആർക്കും ഇഷ്ടമാണ്? യേശുവിന് ഇഷ്ടമാണ്. അവരെ കമന്റ് ചെയ്യാം. ഇത് താഴേക്ക് വന്നിട്ട് വാണിയുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞുള്ള ഒരു കുറ്റം കാണുന്നുണ്ടോ, മടങ്ങി വരിക, മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിന്റെ നേരമുള്ളൊക്കെ ആ സ്ഥാനത്തെടുത്ത് മാറ്റിക്കളയും. അമ്മേ, എന്നിട്ട് പറയുന്ന അടുത്തൊരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചോളണം. ആരാ പ്രസംഗം തുടങ്ങിയേ? യേശുവാ. ശരിക്കും പ്രസംഗം തുടങ്ങിയത് ഇതാ പിതാവ് പുത്രന് കൊടുത്തു, പുത്രൻ പരിശുദ്ധാത്മാവ് കൊടുക്കും. പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? നമ്മുടെ ആത്മാവിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഇതാ പുത്രൻ പ്രസംഗം തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പുത്രന് കിട്ടിയ പിതാവിൽ നിന്നാ. ഇതാ ഇനി മനുഷ്യൻ ആരിൽ നിന്നാ കേൾക്കണേ? അതിന്റെ 7-ാം വാക്യം വായിച്ചു. 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആണോ? ശ്രദ്ധിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ സംസാരിക്കുന്നതാരാ? സംസാരം തുടങ്ങിയതാരാ? യേശു ആണെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആരില്ല. നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കുഞ്ഞെ, ഈ ലോകത്ത് നിനക്ക് നിത്യജീവന്റെ മൊഴി കിട്ടിയില്ലേലും നിനക്ക് എവിടെ നിത്യജീവന്റെ മൊഴി കിട്ടും? നിന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്. ഓരേ കുഞ്ഞെ, നിന്റെ അകത്ത് ദേവാലയമാണ്. നിന്റെ അകം ആണോ? ഓരേ ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന ആലയമാണ്. അവിടെ പ്രസംഗം നടക്കുന്നുണ്ട്, അവിടെ ക്രിസ്തു പ്രസംഗിക്കുന്നുണ്ട്, ദൈവാത്മാവ് നിത്യജീവന്റെ മൊഴികൾ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഇതിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇത് എനിക്ക് വേറെ ആരും തന്നതല്ല, ഇതിനു മുമ്പ് ഞാനത് കേട്ടിട്ടില്ല. ഇതാ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി, ഈ കേൾക്കുന്ന ജനത്തിന് വേണ്ടി തുറന്നൊരു സംവിധാനമാണ്. ലോകത്ത് നിനക്ക് നിത്യജീവന്റെ മൊഴി കിട്ടിയില്ലെങ്കിൽ നിന്റെ അകത്ത് നിത്യജീവന്റെ മൊഴിയുണ്ട്. അവിടെ നിന്ന് കേട്ടോളണം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് ഞാൻ കേട്ടത്, എന്റെ അകത്തുള്ള ക്രിസ്തു പറഞ്ഞത്, എന്റെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി വെളിപ്പെടുത്തി തന്നു. ഇതിന്റെ പേരാ വെളിപ്പാട്. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായോ? അപ്പൊ ഇനി കംപ്ലൈന്റ് പറയരുത്, എനിക്ക് ലോകത്തുനിന്ന് കിട്ടുന്നില്ല എന്ന് പറയരുത്. കിട്ടും. അവിടെ ഇവിടെയൊക്കെ കൊച്ചു ജോഷുമാരും കാലേബുമാരുടെയൊക്കെ സഭയുണ്ട്. അവിടെ നിന്ന് കിട്ടും.
ഗ്ലോറി. ചെറിയൊരു ശതമാനമുണ്ട്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം. ഗ്ലോറി ടു ഗോഡ്. ഈ ശബ്ദം കേൾക്കുന്ന ദേവദാസന്മാരെ നിങ്ങളുടെ ഹൃദയം വ്യസനിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പകരം നമ്മളെല്ലാവരും ആ ഇടുങ്ങിയ ചെറിയ ജീവന്റെ വഴി കണ്ടെത്തുന്നവരായി തീരണം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ, എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് നിലനിൽക്കാം. പക്ഷേ കർത്താവിന്റെ ആ സിംഹാസനത്തിന് മുമ്പാകെ എങ്ങനെ നിൽക്കും? ഗ്ലോറി. അവിടെ നമ്മുടെ കൈകളും കാര്യങ്ങളും ബലപ്പെട്ടിരിക്കുമോ? ഗ്ലോറി. ഇന്ന് ദൈവദാസന്മാരായ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പറയുന്ന വചനത്തിലൂടെ ഈ ജനത്തെ നമ്മുടെ അകത്തുള്ള ആലയത്തിലേക്ക് തിരിക്കണം. ഗ്ലോറി. നമ്മൾ പുറത്തു പറയുന്ന വചനത്തിലൂടെ ഈ ജനത്തെ മനുഷ്യന്റെ അകത്ത് യേശു പാസ്റ്ററായിരിക്കുന്ന ആലയത്തിലേക്ക് തിരിക്കണം. ഗ്ലോറി. അങ്ങനെ തിരിച്ചാൽ പ്രിയ ദേവദാസന്മാരെ, നിങ്ങളുടെ സഭയില് നിങ്ങളുടെ പണി കുറയും. ഗ്ലോറി. നിങ്ങളുടെ സഭയിലെ പിളർപ്പും കുറയും. ഗ്ലോറി. കാരണം യേശു സംസാരിച്ചാൽ അത് ജീവന്റെ മൊഴികളാണ്. ജീവന്റെ മൊഴികൾ യേശു സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സഭയിലുള്ള വ്യക്തികൾ സഹിക്കാൻ തയ്യാറാകും, കുരിശെടുക്കുവാൻ തയ്യാറാകും, സ്വയത്തെ ത്യജിക്കുവാൻ തയ്യാറാകും. അവരെന്നോട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമോ? പാസ്റ്ററെ പറഞ്ഞ് 25 വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, ഒരുവരും എന്റെ നേരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. പിന്നെയാണോ ഇന്നലെ വന്നത്? ഇങ്ങനെയുള്ള സ്വരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഗ്ലോറി. ഹല്ലേലൂയ. കാരണം 25 അല്ല 50 വർഷമായാലും ആ വ്യക്തി യേശുവിന്റെ പ്രസംഗം കേട്ടാൽ ഇതാ ശിശുവിനെ പോലെ ചെറുതായി വരും. ഗ്ലോറി. അവരുടെ സ്വയം ചെറുതാകാൻ തുടങ്ങും. അല്ല, ഇതുവരെ കേട്ട പ്രസംഗങ്ങളിലൂടെ ആളങ്ങ് വലുതായിട്ടോ ഉള്ളെങ്കിൽ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ശിശുവിനെ പോലെ ചെറുതാകുന്നതാണ്. ഗ്ലോറി. അവർക്ക് ശിഷ്യന്മാർക്ക് മത്തായി 18-ാം അധ്യായത്തില് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് യേശു പറഞ്ഞു കൊടുത്തു, അവരുടെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ പ്രശ്നം ഞങ്ങൾ സ്വർഗത്തിൽ ചെന്നാൽ ആരായിരിക്കും വലിയ പത്രത്തിനായിരിക്കോ, അങ്ങനെ ആയിരിക്കോ, ആരായിരിക്കും മെയിൻ ആളെന്നുള്ള ഒരു പ്രശ്നത്തിലാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് അവരെ ഉറപ്പിച്ചു, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി വരും, രോഗികളെ പുറത്താക്കി വരിക. അവരെ ഉറപ്പിച്ചു ഞങ്ങൾ എവിടെ ഉണ്ടാവും, സ്വർഗത്തിൽ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ സ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ള ഇച്ചിരി പ്രശ്നം അതുകൊണ്ട് തപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ കർത്താവ് വിളിച്ചിട്ട് ഒരു ശിശുവിനെ വിളിച്ചിട്ട് മുമ്പിൽ നിർത്തി. ഇതേപോലെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നവർ, ഞാൻ പരപ്പശ ചെയ്യാം, ഭൂതങ്ങളെ പുറത്താക്കുന്നവർ, രോഗികളെ സൗഖ്യമാക്കുന്നവർ തിരിഞ്ഞ്. അപ്പൊ ശിശുമാർക്ക് എന്നാ വേണം? അവരും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യവാസമാക്കുന്നൊക്കെ നിൽക്കട്ടെ, അവിടെ കിടക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ നമ്മൾ ശിഷ്യന്മാർക്ക് എന്നാ വേണം? ഒരു തിരിവ് ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശിഷ്യന്മാർക്ക് ഒരു തിരിവ് ആവശ്യമാണ്, എങ്കിലേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ ദൈവം നമ്മളെ ഭൗതിക തലത്തിൽ നിന്ന്, മോശ ശുശ്രൂഷയിൽ നിന്ന് വിടുവിച്ച് ജോഷു ശുശ്രൂഷയിൽ കേട്ടുന്നത് പോലെ യേശു നമ്മളെ ശരീരമില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് കയറ്റുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ഇതാ ദൈവരാജ്യം അവകാശമാക്കാനുള്ള യാത്രയാണ്, ദൈവത്തിന്റെ ആത്മാവിലേക്ക്. ഹല്ലേലൂയ. അപ്പോ നമ്മളിവിടെ ചെയ്യുന്നത് ഭൗതിക സഭയിൽ നിന്ന് ആത്മീക സഭയിലേക്ക് കയറുകയാണ്. സഭ 2 തലത്തിലുണ്ട്, 2 മണ്ഡലത്തിലുണ്ട്. ഭൗതിക തലത്തിലുണ്ട്, ആത്മീക തലത്തിലുണ്ട്. സഭ സ്വർഗത്തിലുണ്ട്, സഭ ഭൂമിയിലുണ്ട്. സഭയിലെ ഭൂമിയിലെ പാട്ട് ശ്രദ്ധിക്കുക, പിശാചിന്റെ ഡെത്ത് പ്രൊജക്റ്റിലാണ്. സഭയിലെ സ്വർഗത്തിലെ പാട്ട് യേശുവിന്റെ ലൈഫ് പ്രൊജക്റ്റിലാണ്. സഭയിലെ ഭൂമിയിലെ പാട്ട്, സഭയിലെ പാട്ടാണ് ഈ ശരീരം. മനസ്സിലായോ? സഭയിലെ പാട്ട് ഇത്. ഹല്ലേലൂയ. ഇതിപ്പോ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക? ഈ പാട്ടിലെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ ഭൂമിയിലെ പാട്ടിൽ. ഒരു കൈത്തിരിവോ കത്തിയേരിഞ്ഞൊരിക്കൽ ഞാൻ കണ്ടോ? നമ്മൾ നേരത്തെ 50 വർഷം 60 വർഷം മുമ്പുള്ള സഭയിലുണ്ട്, ഈ സഭയിലുണ്ടായ ആളുകളോടെ ഉണ്ടോ? അധികം പേര് പോയില്ലേ?
മരിച്ചുപോയി. കാരണം ഈ ഡെത്ത് ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ നടന്നു, അവർ പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ സെക്യൂരിറ്റി 4:16 നാൾക്ക് നാൾ ക്ഷയിച്ചോണ്ടിരിക്കുന്നു. ഇത് ആര് പറഞ്ഞതാ? ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോ ഒരു ഭാഗത്തും മരണ ശുശ്രൂഷ അനുഭവിക്കുന്ന ഒരു പാർട്ടി ലോകത്തുണ്ട് സഭയിൽ. നമ്മുടെ ഈ പാട്ടിൽ എല്ലാ പാസ്റ്റർമാരും, എല്ലാ അപ്പോസ്തലന്മാരും, എല്ലാ സുശീലന്മാരും, ഇടയന്മാരും, ടീച്ചർമാരും എല്ലാവരും മരണ ശുശ്രൂഷയില്ല. ഇതാ അത് സംഭവിക്കുക. എന്നാൽ നമ്മുടെ അകത്തെ സഭയുണ്ട്. അകത്തെ സഭയില് ഇതാ ജീവന്റെ പ്രൊജക്ട് അകത്തെ മനുഷ്യൻ നാട്ടിനാൾ ബലം പ്രാപിച്ചുകൊണ്ട് വരികയാണ്. അപ്പോ നമ്മൾ മരണത്തിന്റെ പ്രൊജക്ടിന്റെ മണ്ഡലത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ, ശരീരമുള്ള വ്യക്തികളോട് സുവിശേഷം അറിയിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തെ സഭയിൽ ഇതാ ദൈവ സ്വർഗത്തിലുള്ള, അതൊക്കെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അകത്തെ സഭയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണോ? നമ്മുടെ ഇതാണ് ഫസ്റ്റ് ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ ആത്മലോകവും ആത്മവാഴ്ചയുള്ള പുസ്തകത്തിന്റെ 1-ാം ഭാഗം ഹെബ്രായ ലേഖനത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 12-ാം അധ്യായം ഞാൻ ചിന്തിക്കുന്ന 22-ാം വാക്യം വരാണ് ഞാൻ ചിന്തിക്കുക. അവിടെ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ സഭ. സ്വർഗത്തിലെ സഭ നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു? പൂക്കാട്ടുപടിയിൽ പ്രാർത്ഥനാലയം ധ്യാന കേന്ദ്രത്തോടെ ചാടി പാടി. അത് പിശാചിന്റെ ഡെത്ത് പ്രൊജക്ട് നടക്കുന്ന ശരീരം. എന്നാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എവിടെ വന്നിരിക്കുന്നു? ഇതാ സ്വർഗത്തിൽ വന്നിരിക്കുന്നു, സ്വർഗീയ സഭയിൽ വന്നിരിക്കുന്നു. അപ്പോ നിങ്ങൾ 2 സഭയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ഒറ്റ സഭയേ ഉള്ളൂ, പക്ഷെ അത് 2 മണ്ഡലമായിട്ട് വിരിച്ചിരിക്കുകയാണ്. ഭൂമിയുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കർത്താവ് ഏൽപ്പിച്ചു. ആ വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മൂവ് ചെയ്തില്ലെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ വളരെ അടിപൊളി. എന്നാൽ ഇതാ നമ്മുടെ അകത്തുള്ള സഭ, ആ സഭ ഇതാ ആ സഭയിൽ യേശു ഇതാ 2000 വർഷം മുമ്പ് നമ്മുടെ ശരീരത്തിന് പുറത്ത് നിന്ന് പ്രസംഗിച്ച യേശു ഇന്ന് ഇതാ സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്താൻ പോകേ. പിടുത്തം കിട്ടിയോ? ഇച്ചിരി കൂടി പോയല്ലേ? ആത്മമണ്ഡലം ഒന്ന് ഞങ്ങൾ അറിഞ്ഞോട്ടോ. പക്ഷെ അങ്ങനെ കാണിച്ചിട്ട് എന്തൊക്കെ തോന്നി. ഹല്ലേലൂയ. നിങ്ങളുടെ പേരെന്തുവാ? ആത്മീകരനാണോ? ആത്മീകരായ നിങ്ങൾക്ക് ആത്മമണ്ഡലം അറിഞ്ഞുകൂടാ എങ്കിൽ ഇന്ത്യക്കാരനായ നിങ്ങൾക്ക് ഇന്ത്യ അറിയാൻ പാടാത്ത പോലെയാണ്. ആരാ? ഞാൻ ഇന്ത്യക്കാരനാ. ഓ, നിങ്ങൾക്ക് ഡൂളേജ് അറിയോ? എന്ത് ഡൽഹി? ഈ പണ്ട് അതുപോലെ ഇവിടുന്ന് ദുബായിക്ക് പോയിട്ട് അവിടുന്ന് ഒരാൾ മടങ്ങി വന്നപ്പോ അദ്ദേഹത്തിനോട് ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോ ഇത് എന്നത്തിനായ ഇത് ചോദിച്ചതുപോലെ പല ആത്മീയരോട് ഇരിക്കുന്നത്. അങ്ങനെയല്ല, ആത്മീയരായ ആത്മമണ്ഡലത്തെ കുറിച്ചും ആത്മീയ കാര്യങ്ങളെ കുറിച്ചും ആത്മാവിന്റെ വരങ്ങളെ കുറിച്ചും ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും ആത്മതലത്തിൽ എങ്ങനെ നീങ്ങണമെന്നൊക്കെ അറിഞ്ഞിരിക്കണം. പ്രസംഗക്കാരുടെ വലിയ ബുദ്ധിമുട്ടാണ്. വീരായത്തിന്റെ പ്രസംഗക്കാരുടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കർത്താവ് ഇതേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭൂമിയിലെ തേങ്ങയുടെയും മാങ്ങയുടെയും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ ആത്മമണ്ഡലത്തിലെ കാര്യം, സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഇവിടെ മനസ്സിലാക്കിയത് നമ്മുടെ ശുശ്രൂഷ നമ്മൾ ജോഷിയുടെ കയ്യിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കൈമാറാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നമ്മളിലൂടെയുള്ള ശുശ്രൂഷകൾ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ജനത്തെ ഈ ദൈവാത്മാവിന്റെ സ്വരം കേൾക്കാൻ ഒരുക്കണം. അതിനാദ്യം പറയേണ്ടത്, നിന്റെ ഉള്ളിൽ ഒരു ദേവാലയമുണ്ട്. നിന്റെ അകത്ത് ഒരു ദേവാലയമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുന്നു. അവിടെ എപ്പോഴും ദൈവം സംസാരിക്കുന്നുണ്ട്. അത് നിനക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ മാത്രമേ എന്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇതാ ദിവസവും മഞ്ഞ തരുന്ന, ഡെയിലി ബ്രെഡ് തരുന്ന
നിന്റെ അപ്പനുണ്ട്, നിന്റെ മൂത്ത ജ്യേഷ്ഠനുണ്ട്, കർത്താവായ യേശു ഉണ്ട്, രക്ഷകനുണ്ട്. ഇതാ ദൈവത്തിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്, ദാസത്വത്തിന്റെ അല്ല പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്. നിന്റെ അകം ഒരു ദേവാലയമാണ്. നിനക്ക് ദിവസവും ഫുഡുണ്ട്. അല്ലേ അറിയാം. അതുകൊണ്ടല്ലേ നിന്റെ അപ്പം പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് സ്വർഗീയ പിതാവിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സ്വർഗീയ പിതാവ് അന്നുള്ള ആഹാരം നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നിനക്ക് ഡെയിലി ബ്രെഡ് നിന്റെ അപ്പന്റെ അടുക്കൽ നിന്ന് കിട്ടും. മനസ്സിലായോ? ഇത് ജനത്തിനകത്ത് മനസ്സിലാക്കിക്കൊള്ളു. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ജനം അതിലേക്ക് തിരിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ജനം ചോദിക്കാൻ തുടങ്ങത്തുള്ളൂ. ഈ വേളാണ് അപ്പനിൽ നിന്ന് ജനിക്കുന്ന ദൈവവചനമാണ്. നമ്മള് ഇപ്പൊ നിങ്ങൾ ഡെയിലി പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങൾ ആയിരിക്കും ബിരിയാണി ആണെന്ന്. അങ്ങനെയല്ല. ബിരിയാണി മാത്രമല്ല, ബിരിയാണിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അപ്പൻ ഒരിക്കലും കിട്ടും. നമുക്ക് അന്നു വേണ്ടുന്ന വചനം ഇവിടുന്ന് വരാൻ തുടങ്ങും. അതൊക്കെ ദൈവത്തിന് ജനിച്ചതാ. ശ്രദ്ധിച്ചോളോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ഈ ദൈവത്തിന് ജനിച്ചതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കാണുന്ന ലോകമുണ്ടല്ലോ, പാസ്റ്റർ കേട്ടാ, ഈ കാണുന്ന ലോകമില്ലേ, ഇതിനൊക്കെ ചെയ്യും. അത് ഓട്ടോമാറ്റിക്കാണ്. ഗ്ലോറി. ദൈവത്തിന് ജനിച്ച ആ വചനം ഈ ലോകത്തെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് ജനിച്ചത് ലോകത്ത് ജയിക്കുന്നില്ല, നമ്മിൽ നിന്ന് ജനിച്ചത് ലോകത്ത് ജയിക്കുന്നില്ല. പക്ഷെ എന്റെ അപ്പനിൽ നിന്ന് ജനിച്ചത് ലോകത്തെ ജയിക്കും. ഹല്ലേലൂയ. അപ്പോ ലോകത്തിൽ നിങ്ങളുടെ അപ്പൻ ഒരുക്കി വെച്ചത് ഓട്ടോമാറ്റിക് നമുക്ക് റിലീസ് ആകാൻ പറ്റും. ഹല്ലേലൂയ. കാരണം ആരുടെ വാക്കിനാലാ ഈ ലോകം ഉണ്ടായത്? എന്റെ ഡാഡിയുടെ വാക്കിനാലാ ലോകം ഉണ്ടായേ. അപ്പോ ഞാൻ നടക്കുമ്പോ ഈ ലോകം എന്നെ എങ്ങനെയാ കാണുന്നത്? ഇപ്പോ രാഹുൽ ഗാന്ധി ഇപ്പൊ ഇറങ്ങി നടക്കുമ്പോ ആളൊക്കെ എങ്ങനെയാ കാണുന്നത്? ആ ഒരു സെറ്റപ്പ് പോലെ ഇതാ മനുഷ്യര് കാണത്തില്ലായിരിക്കാം. ഇതാ പിശാച സകല ആത്മീയ വ്യൂഹവും നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ദൈവത്തിന്റെ പൈതലായ ആ വിശ്വാസത്തോടെ നടക്കുമ്പോ എങ്ങനെയായിരിക്കും കാണുന്നത്? ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പൈതല്. നിങ്ങൾ കണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും പ്രശ്നം നടക്കുന്ന ഇടത്തേക്ക് നിങ്ങൾക്കറിയൂടാ, എന്റെ ജീവിതം പറയാം, എന്തെങ്കിലും പ്രശ്നം നടക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ പയ്യം നടന്നു തന്നാൽ മതി, ആ പ്രശ്നം അവിടെ സ്റ്റോപ്പ് ആകുന്നതാണ്. കാരണം നിങ്ങൾ ആരാ? ലോകത്തിന്റെ വിളക്ക. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാ? ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ, ഈ വിശ്വാസത്തെ കടന്നു വരുമ്പോ ആ പ്രശ്നം അവിടെ അസ്തമിക്കും. കാരണം ഇരുള് വരും. എനിക്ക് മുമ്പ് വന്ന് വികാസം പറഞ്ഞില്ലേ, ഇരുളിനോട് പോകാൻ പറയണ്ട, വെളിച്ചം അങ്ങനെ ചെല്ലുമ്പോൾ ഇരുളങ്ങ് മാറും. ഹല്ലേലൂയ. ഈ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കേട്ടത് സഭ 2 മണ്ഡലത്തെ എടുത്ത ഭാഗത്ത് വായിച്ച ഫെബ്രുവരി 12-ാം അധ്യായം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. ഇത് 7 സാഹചര്യങ്ങളാണ് പറയുന്നത്. 7 അതിൽ കൂടുതലുണ്ട്. അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിലും കൂടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ഒരു സമയത്ത് നിങ്ങളുടെ പുറത്ത് ശരീരം കൊണ്ട് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററോ അപ്പസ്തോലനോ സുവിശേഷകനോ ഉള്ള സഭയിൽ നിങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് നിങ്ങളുടെ അകം ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിൽ പ്രസംഗിക്കുന്നത് പാസ്റ്ററോ അപ്പസ്തോലനോ അല്ല, യേശു ക്രിസ്തു നേരിട്ട് പ്രസംഗിക്കുന്നത് നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. ഈ കിട്ടുന്ന വചനം ദൈവത്തിന് ജനിക്കുന്നത് നിത്യജീവന്റെ മൊഴിയാണ്. ഈ ലോകത്ത് നിത്യജീവന്റെ മൊഴി കിട്ടിയില്ലേലും ലോകജീവിതത്തിന്റെ മൊഴി മാത്രമുള്ളതിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട.
നിങ്ങളുടെ അകത്തൊരു ദേവാലയമുണ്ട്, നിങ്ങളുടെ അകത്തൊരു സഭയുണ്ട്. അവിടെ നിത്യജീവന്റെ മൊഴി മാത്രമേ ഉള്ളൂ. ആ നിത്യജീവന്റെ മൊഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകജീവന്റെ വചനവും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ, ഇത്രേ ഉള്ളു കാര്യം. ആവർത്തനം 28 അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതെല്ലാം പറയുന്ന ശവത്തേക്ക് മുമ്പുള്ള കാര്യമാണ്. അമ്മേ, ലോക ജീവിതത്തിന്റെ മൊഴികളാണ്. അതിൽ നിങ്ങൾ കിട്ടുന്നത്, നിങ്ങളൊരു കടയിൽ പോയി, ആ കടയിൽ പോയപ്പോ നിങ്ങളോട് പറയാം അവിടെ ചുരിദാറിന്റെ ടോപ്പ് മാത്രമേ ഉള്ളൂ, ചുരിദാറിന്റെ ടോപ്പ്, പാന്റ് സെപ്പറേറ്റ് വാങ്ങില്ല. ഇതേപോലെയാണ് ആവർത്തനം 20. മനസ്സിലായോ? ദൈവത്തെ അനുസരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായതൊക്കെ കിട്ടും. നല്ല കാര്യം. എന്നാൽ ഇതാ ക്രിസ്തുവിന്റെ വചനം, ദൈവരാജ്യത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ സംഭവം മാറി. നിങ്ങൾ വേറെ കടയിൽ ചെന്നു, അവിടെ നിങ്ങളോട് പറയുകയാണ്, ശ്രദ്ധിച്ചേ, നിങ്ങൾ ടോപ്പ്, നേരത്തെ കടയിൽ ടോപ്പേ ഉള്ളൂ, നിങ്ങൾ പാന്റ് വാങ്ങിച്ചാൽ മതി, ടോപ്പും അതിന്റെ കൂടെ കിട്ടും. മനസ്സിലായോ? നിങ്ങൾ പാന്റ് വാങ്ങിച്ചാൽ മതി, ടോപ്പും അതിന്റെ കൂടെ കിട്ടും. ഇവിടെ കർത്താവ് പറയാണ്, ഇനി നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ അല്ല അന്വേഷിക്കണ്ടേ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, അപ്പോൾ നിനക്ക് ലോകത്തിൽ വേണ്ടത് കിട്ടും. മനസ്സിലായോ? അതിന് അപ്പോൾ സെമത്തേരിക്ക് അപ്പുറമുള്ളതും കിട്ടും, നിത്യജീവന വഴി കിട്ടും, സെമത്തേരിക്ക് ഇപ്പുറമുള്ളതും കിട്ടും. മനസ്സിലായോ? ഗ്ലോറി. അങ്ങനെ നമ്മൾ കടന്നു വരുന്ന വ്യക്തികളായിത്തീരുന്നു. ഹല്ലേലൂയ. ഈ ദേവാലയം നിങ്ങൾ അകത്തുണ്ടോ? അകത്തുണ്ടോ? ഹല്ലേലൂയ. അതൊന്ന് ഫംഗ്ഷൻ ചെയ്യിക്കണ്ടേ? ഏമേ, ആ മാറാലേക്ക് അടിച്ച് എല്ലാം റെഡിയാക്കുക. ഏമേ, ഇത് ആരാ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ലേ? ഞാനിതാ മുട്ടിക്കൊണ്ട് ഇരിക്കുക, നീ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരാം. ഏമേ, നമുക്ക് ഒരുമിച്ച് അത്താഴമൊക്കെ കഴിക്കാം, നമുക്കൊരു ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താം എന്ന് ആരുടെ അഭിപ്രായം? ഇത് നമ്മുടെ അപ്പന്റെ അഭിപ്രായമാണ് ഇത്. ഏമേ, തുറന്നു കൊടുക്കാമോ? ഹല്ലേലൂയ. ആ ദേവാലയത്തിന്റെ ഇനോഗ്രേഷൻ ആയി തീരട്ടെ ഇന്നത്തെ ദിവസം. ഹല്ലേലൂയ. ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവ് വരെ വന്നു അവിടുത്തെ ഹൃദയത്തിൽ മുട്ടുകയാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവേ, ഇതാ എന്റെ അകത്തേക്ക് അങ്ങ് കടന്നു വരണം. പക്ഷെ പ്രശ്നം ഇതല്ല. ഹല്ലേലൂയ. വിഷമമുണ്ടോ? ആരും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ആരും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പ്രശ്നം ഇതല്ല. എല്ലാത്തിനും 4:6 വീണ്ടും വായിച്ചു നമ്മുടെ ആ പ്രാരംഭവാക്യം. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ മക്കളാകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഹല്ലേലൂയ. അപ്പോ ഹൃദയങ്ങളിൽ അയച്ചെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ആലയം. ഗ്ലോറി. ആ വാതിലങ്ങ് പുറത്താണ്. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കില്ല, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം. ഗ്ലോറി. ഹല്ലേലൂയ. ഇനി ഞാൻ എന്റേതല്ല, ഞാൻ അങ്ങയുടെ സ്വന്തം. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ നിന്ന് ആ ലോകത്തിന്റെ ദർശനം എടുത്തു കളയാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ദർശനം എടുത്ത് കളയാൻ ഞാൻ തയ്യാറാണോ? ഈ പറയുന്ന നിമിഷം നിങ്ങൾ ദൈവമായിട്ട് ഇടപെട്ടോളൂ. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ആ ദേവാലയം തുറക്കട്ടെ, ഫംഗ്ഷൻ ചെയ്യട്ടെ. ഇനി വാക്കുകളല്ല, ഇനി വാക്കിൽ ദേവാലയമല്ല, ജീവിതത്തിൽ ദേവാലയമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ദേവാലയമായി. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കേൾക്കുള്ളൂ, ഈ ഇൻഫർമേഷൻ നിങ്ങളെ സഹായിക്കത്തേ ഉള്ളൂ അകത്തെ ദേവാലയം തുറക്കാൻ. അകത്തെ ദേവാലയം തുറക്കാൻ സഹായിക്കത്തേ ഉള്ളൂ. ഗ്ലോറി. ഇതാ സർപ്പം ഹവ്വയുടെ പിശാച് സർപ്പത്തിലൂടെ ഹവ്വയുടെ സംസാരിച്ചപ്പോ എന്താ സംഭവിച്ചേ? ആദത്തിന്റെ ഉള്ളിൽ പിശാചിന്റെ ഒരു കേന്ദ്രം തുറന്നു. ഗ്ലോറി. ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഇതാ ദൈവദാസന്മാരിലൂടെ നിത്യജീവന്റെ മുഴുവൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആലയം തുറന്നു. ഒന്നുകൂടി പറഞ്ഞു. പിശാച് സർപ്പത്തിലൂടെ ഹവ്വയിലൂടെ സംസാരിച്ചപ്പോ ആദത്തിന്റെ ഉള്ളിൽ എന്നെ സംഭവിച്ചു? പിശാചിന്റെ ഒരു ശക്തി കേന്ദ്രം തുറന്നു, ജഡശക്തി തുറന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ ദാസന്മാർ നിത്യജീവന്റെ മൊഴികൾ
ലോകത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആലയം തുറക്കണം, ദൈവത്തിന്റെ ശക്തി കേന്ദ്രം തുറക്കണം. ഇതാ സീക്രട്ട് അവിടെ അയച്ചത്. ഹല്ലേലൂയ, ഗ്ലോറി. ഇനി ഇവിടെ ചില കാര്യങ്ങൾ പ്രാക്ടിക്കൽ തലത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ജനത്തിന് കർത്താവിന്റെ വചനം പറയുന്നു ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കും എന്ന യാതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ബ്രദറെ എങ്ങനെയൊക്കെ ഇരുന്നാലും ഒരു രക്ഷയിലാടാ, പ്രാർത്ഥിക്കാതിരിക്കും, ബൈബിൾ തുറക്കും, ചിന്തിക്കാതൊക്കെ ആയിരിക്കും, പക്ഷെ ഉടനെ ചിന്തകൾ കറങ്ങിയടിച്ച് താഴെ വരും. ചിന്തകൾ കറങ്ങിയടിച്ച് താഴെ വരും, മുകളിലേക്ക് പോകുന്ന വിഷയമില്ല. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥന വിചാരിച്ചിരിക്കണം, പക്ഷേ അങ്ങോട്ടേക്ക് ഉയരുന്നില്ല, ഉയരത്തിലേക്ക് പോകുന്നില്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നവർക്ക് പോകുന്നില്ല. ഇതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ഇന്നൊന്ന് ഒരു തുടങ്ങി വെച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പോവാം. ഹല്ലേലൂയ. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ഹല്ലേലൂയ. ഓളോട് എല്ലാവരും താങ്ക് യു. ശ്രദ്ധിച്ചാട്ടെ, ഇത് പ്രാക്ടിക്കൽ മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓളോട് എല്ലാവരും Jesus, I love you. Hallelujah. കരങ്ങളുടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഈ ഭാഗത്തുണ്ട് Lord, I love you. ഈ ഭാഗം Lord, I love you. I love you. ശ്രദ്ധിക്കുക, നാം കേട്ടു മനുഷ്യന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. സഭാപ്രസംഗം 7:29 പറയാ, ദൈവം മനുഷ്യനെ നേരെയുള്ളവനായി സൃഷ്ടിച്ചു. അവന്റെ പാസ്റ്റ് നല്ലവനായി സൃഷ്ടിച്ചു. പക്ഷെ ഇന്നോ അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് മനുഷ്യന്റെ അവസ്ഥ എന്താ? സൂത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ മനുഷ്യനെ ദൈവം നാളെ ആരാക്കാൻ ആഗ്രഹിക്കുന്നു? റോമ 8:29 യേശുവിനോട് അനുരൂപനായ ദൈവപുത്രനാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഗ്ലോറി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായി പറഞ്ഞു. ഗ്ലോറി. എന്റെയും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം യേശുവിനോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇത് നമ്മൾ സ്ക്രീനിലൂടെ കാണാനായിട്ടിടയായി. ഇതാ മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു. അപ്രൈറ്റ് ഹാർട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ല വെള്ളം. എന്നാൽ ഇന്ന് അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരികയാണ്. ആ വെള്ളം അശുദ്ധമായി ഒരു കലക്ക വെള്ളം, ഒരു വിഷവെള്ളമായി മാറി. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തിയിലൂടെ ഇവരെ ആക്കാൻ ആഗ്രഹിക്കുന്നത് റോമ 8:29 ഒരു ദൈവപുത്രനോട് അനുരൂപനായി, യേശുവിനോട് അനുരൂപനായ ഒരു വ്യക്തിയായി തിരഞ്ഞെടുപ്പിനെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇത് ഈ കാണുന്നത് പഴയ ഓൾഡ് ക്രിയേഷൻ, പഴയ സൃഷ്ടിയും, ഇവിടെ കാണുന്നത് പുതിയ സൃഷ്ടികളും. പഴയ സൃഷ്ടി ആദത്തിലും പുതിയ സൃഷ്ടി ക്രിസ്തുവിലുമാണ്. എന്നാൽ ഇന്ന് സഭകൾക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, വചനം പ്രസംഗിക്കാനായിട്ടല്ല, ആരാധിക്കാനായിട്ടല്ല, പ്രാർത്ഥിക്കാനായിട്ടല്ല, സഭകൾ ഈ റെഡ് പോയിന്റിൽ വന്ന് കുടുങ്ങിപ്പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ജനത്തിന് മാറ്റം പുറമേ ഉള്ളൂ, ജനത്തിന് മാറ്റം അകമേ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ഒരുവൻ പുറത്തിറങ്ങിയാൽ ദൈവവചനം പറയുന്നു അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു. അവൻ പാപം ചെയ്യാത്തത് അവൻ പാപം ചെയ്യാൻ അവൻ കഴിവുള്ളതല്ല. 1 യോഹന്നാൻ 3:9. ഗ്ലോറി. ഇതാ ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം നിങ്ങളെ അങ്ങോട്ടേക്ക് പോകാൻ സഹായിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു മണ്ഡലത്തിലേക്ക് ഇതാ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇതേപോലെ ഓരോ കുപ്പിക്ക് സമമാണ്. ആദത്തിൽ നമ്മളെല്ലാം ഇതേപോലെ ആയിരുന്നു, വളരെ നേരുള്ളവരായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ ആ നേര് അസ്തമിച്ചു പോയി. സൂത്രങ്ങളാണ് അകത്ത് പൊങ്ങി വരുന്നത്. എന്നാലും അത് കവർ ചെയ്ത് നല്ല വാക്കുകളൊക്കെ പറയും. അത് ട്രെയിനിങ്ങിലൂടെ സംഭവിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കുവാൻ കാരണം
ഇത് ആ ശുശ്രൂഷ നമുക്ക് ഇവിടെ നിങ്ങളൊന്ന് കാണുവാനായിട്ട് പോവുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതാണ് മനുഷ്യന്റെ ഹൃദയം ആണ് ഈ കാണിക്കുന്നത്. ലോർഡ്, ഐ ലവ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാമെന്ന് ചിന്തിക്കുന്നു. Lord, I love you.